നമ്മുടെ വീട് പണിയിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പാർട്ടാണ് വീടിൻ്റെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിലിപ്പോൾ ടൈലിടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ്സ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ടൈലിൻ്റെ സെലക്ഷന് വേണ്ടി തീർച്ചയായും ഷോപ്പിലേക്ക് പോകുന്നുണ്ടാവും. തീർച്ചയായും ടൈൽസ് ഷോപ്പിൽ പോയിട്ട് അത് സെലക്ട് ചെയ്യുന്നത്, അതായത് ഏറ്റവും നല്ല ഡിസൈനൊക്കെ ഉള്ളത് സെലക്ട് ചെയ്യുന്നത് തീർച്ചയായും നല്ല ഒരു കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ടൈൽസ് സെലക്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ വീട് പണിയിലെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് മാറും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ടൈൽ പർച്ചേസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ബിനു വർഗീസ്, വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരിയധികം ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ്. GVT ടൈൽസ്, ഡബിൾ ചാർജ് ടൈൽസ്, ഫുൾ ബോഡി ടൈൽസ്, അങ്ങനെ ഒത്തിരിയധികം ടൈപ്പ് ഓഫ് ടൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ കൂടി നോക്കുന്നത് ഏതൊക്കെ തരം ടൈലുകളുണ്ട് എന്നുള്ളതല്ല, നമ്മളുടെ ടൈൽ സെലക്ഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായും നമ്മളുടെ വീടിൻ്റെ ഡിസൈനനുസരിച്ച്, പാറ്റേൺ അനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ഡിസൈൻ പാറ്റേണിൽ വരുന്ന അല്ലെങ്കിൽ കളറിലൊക്കെ വരുന്ന ടൈലുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരിയധികം വെറൈറ്റിയിൽ പല പല പ്രൈസിങ്ങിൽ നമുക്ക് അവൈലബിൾ ആണ്. ടൈൽസിനകത്ത് മറ്റുള്ളതിലൊക്കെ ഉള്ള പോലെ തന്നെ ടൈൽസിനകത്ത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, പണ്ടൊക്കെ ആണെങ്കിൽ കൊമേഴ്ഷ്യൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ടൈൽസൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇതൊക്കെ പല 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 ക്വാളിറ്റിയിലാണ് നമുക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ടൈൽസിനകത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസ് ഉണ്ട്, അതോടൊപ്പം തന്നെ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസ് ഉണ്ട്. എല്ലാ കമ്പനികളും ടൈൽസ് ഇറക്കുന്നത് പ്രീമിയം ടൈൽസായിട്ട് തന്നെയാണ് ഇറക്കുന്നത്. അതിനകത്ത് പല പല വിലയിലുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം നല്ല വിലയിലുള്ള ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള പല പല ബ്രാൻഡുകൾ നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നോൺ ബ്രാൻഡ്സും വരുന്നുണ്ട്. എല്ലാ കമ്പനികളും നമുക്കത് പ്രീമിയമായിട്ടുള്ള ടൈൽസാണ് ഇറക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ ടൈലിൻ്റെ മാനുഫാക്ചറിങ്ങിനകത്ത് ചില ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് അത് സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ടൊക്കെ ഒരു തരം തിരിച്ചായിരിക്കും നമുക്ക് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈൽ സെലക്ഷനകത്ത് ആസ് എ ക്ലയൻറ്റ് നമ്മൾ തീർച്ചയായും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടൈലിൻ്റെ ഒരു ഫോർമേഷനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് ക്ലേ വരുന്നു, ക്ലേയിൽ നിന്ന് നമ്മളതിൻ്റെ ഒരു ഫോർമേഷൻ ടൈലിൻ്റെ ഡിസൈനിലേക്ക് നമ്മളതിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ള ക്യൂറിങ് നമ്മൾ ചെയ്യുന്നു. പിന്നെ അത് ഡ്രൈയിങ് ചെയ്യുന്നു. ഡിസൈൻ കൊടുത്തതിന് ശേഷം അത് ഡ്രൈയിങ് ചെയ്യുന്നു. അതായത് ഡിസൈൻ കൊടുത്ത് അതൊന്ന് പോളിഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യുവാണ്. അതോടൊപ്പം തന്നെ ദെൻ അത് ഹീറ്റിങ് ചെയ്യുന്നു, ചൂടാക്കുന്നു. ഏകദേശം 1000 തൊട്ട് 1500 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിട്ട് ചൂടാക്കിയാണ് നമ്മുടെ ടൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഫൈനൽ പോളിഷിങ് ചെയ്താണ് നമുക്ക് നമ്മുടെ ബോക്സസിലാക്കി നമ്മുടെ ഷോപ്പുകളിലേക്ക് നമുക്ക് വരുന്നത്. തീർച്ചയായും നമ്മുടെ ടൈൽ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഈ ടൈൽ മേക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഷോപ്പിൽ ചെല്ലുകയാണെങ്കിൽ നമ്മളൊരു ബ്രാൻഡഡ് നല്ലൊരു ടൈലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ ഷോപ്പിലെ സെയിൽസ്മാൻ അല്ലെങ്കിൽ അതിൽ കടയിലെ ആൾക്കാർ നമ്മളോട് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അത് ജെനുവിൻലി നമ്മുടെ ഷോപ്സൊക്കെ തന്നെ വളരെ ജെനുവിൻലി നമ്മളോട് അതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളോട് പറയുന്നുണ്ടാവും. തീർച്ചയായും അത് നമ്മളിപ്പോൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ, നമ്മളതായത് ഇത്ര രൂപയുടെ ഒരു ടൈലാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ടൈൽ തന്നെ വാങ്ങിച്ചിരിക്കണം. ഇനിയിപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എനിക്കപ്പോൾ അത്രയും വലിയ ഫസ്റ്റ് ക്വാളിറ്റി ഒന്നും വേണമെന്നില്ല, ഇനിയിപ്പം ബ്രാൻഡഡും വേണമെന്നില്ല, നമുക്ക് തീർച്ചയായും മറ്റുള്ള ഓപ്ഷൻസിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. കാരണം വേറെ ഒന്നുമല്ല, ഇതൊക്കെ തന്നെ നമ്മൾ മേക്കിംഗ് ചെയ്യുന്നത് എല്ലാം ഒരു സെയിം പ്രൊസീജിയേഴ്സിലാണ്. ഈവൻ നമുക്ക് ഗുജറാത്തിൽ മോർബി എന്നുള്ള സ്ഥലത്താണ് കൂടുതൽ നമ്മുടെ ടൈൽസ് എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്ലാന്റ്സിലൊക്കെ തന്നെ ചിലപ്പം ബ്രാൻഡഡും നോൺ ബ്രാൻഡഡും ആയിട്ടുള്ള ടൈൽസ് ഒക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ബ്രാൻഡഡാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന നമ്മളിപ്പോൾ ഡബിൾ ചാർജാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തന്നെയാണോ നമുക്ക് കിട്ടുന്നതെന്ന് നോക്കുക. ഫുൾ ബോഡിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തന്നെയാണോ കിട്ടുന്നത് നോക്കുക. ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ആണോ കിട്ടുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ യൂഷ്വലി നമുക്ക് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഇപ്പോഴത്തെ കാലത്ത് ഇത് വളരെ കുറവാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒത്തിരിയധികം ബെൻഡുകൾ വരുന്ന നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് ടൈൽ കമ്പനിക്കാർ സെല്ല് ചെയ്യുമായിരുന്നു. അതായത് ഇപ്പോഴത് വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം മോഡേൺ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് ബെൻഡുകളൊക്കെ തന്നെ കൂടുതലായിട്ട് നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ എഡ്ജസ് ഒക്കെ തന്നെ ഷേപ്പ് ഒന്ന് മാറിപ്പോകുന്നത്, അതായത് ചെറിയ ചരിവൊക്കെ വരുന്നതായിട്ട് വരുന്നതും
നമുക്ക് തീർച്ചയായും അങ്ങനെയും നമുക്ക് വരാറുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡീകളറേഷനൊക്കെയാണ്. അതായത് നമുക്ക് മുകളിലൊക്കെ തന്നെ ഇത് പോഴ്സായിട്ടാണ് ടൈൽ ഉണ്ടാക്കുന്നത്. പോഴ്സായിട്ട് വന്നതിന് ശേഷം പിന്നീട് പോളിഷ് ചെയ്താണ് ഇതിൻ്റെ ഫിനിഷിങ് നമുക്ക് വരുത്തുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ തന്നെ പല പല കളറിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരികയും അങ്ങനെയുള്ള ഡീകളറേഷനൊക്കെ തന്നെ വരികയും ഉണ്ടായിരുന്നു. അതും നമുക്കൊരു സെക്കൻഡ് ക്വാളിറ്റി ടൈൽസിലേക്ക് ഇവർ മാറ്റുവാനുള്ള കാരണങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിപ്പോൾ ഒരു ബ്രാൻഡഡ് ടൈലാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ബാച്ച് നമ്പർ നോക്കി തന്നെ മേടിക്കുക. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ഒരു ടൈലാണ് സെലക്ട് ചെയ്യുന്നത് ഇനി ഈ ഒരു ടൈല് തന്നെ നമുക്കുള്ള ഈ ഫുൾ ബാച്ച് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തരണം എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. കാരണം വേറെ ഒന്നുമല്ല, ബാച്ചുകൾ മാറുന്നതിനനുസരിച്ച് പല ടൈൽസിൻ്റെ ചെറിയ ചെറിയ രീതിയിലുള്ള കളർ വേരിയേഷൻസ് വരുന്നത് നമുക്ക് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ സെക്കൻഡ് ക്വാളിറ്റി മേടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, നോൺ ബ്രാൻഡഡ് മേടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട്, അതായത് ക്ലയൻറ്റ് എന്ന രീതിയിൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ മേടിക്കുന്നതിൻ്റെ പ്രൈസിങ്ങും ആ ഒരു സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ നോൺ ബ്രാൻഡിൻ്റെ പൈസ ആയിരിക്കണം നമ്മൾ വാങ്ങുവാൻ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ കൂടിയ പൈസ കൊടുത്ത് ഒരിക്കലും നമ്മളൊരു സെക്കൻഡ് ക്വാളിറ്റി നമ്മൾ മേടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കളിപ്പീരിൽ എത്തുകയോ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ക്വാളിറ്റി സാധനമാണ് വാങ്ങുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും അതൊന്നും നടക്കത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളൊരു ബ്രാൻഡഡ് ആണ് വാങ്ങുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ ആ ഒരു ഏത് സ്പെസിഫിക്കേഷനിലുള്ള ടൈലാണോ അത് തന്നെയാണോ കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കുക. ഇനിയിപ്പം ഈ എങ്ങനെയാണ് നോൺ ബ്രാൻഡഡ് ടൈൽസിൽ നമുക്ക് വില കുറയുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. തീർച്ചയായും ബ്രാൻഡഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ബ്രാൻഡിൻ്റെ വാല്യൂക്കിനനുസരിച്ച് വില ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചില സ്പെസിഫിക്കേഷൻസിനകത്ത് ഒത്തിരിയധികം വ്യത്യാസങ്ങൾ കൊണ്ട്, അതായത് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് കൊണ്ട് വ്യത്യാസം കൊണ്ട് നോൺ ബ്രാൻഡഡ് ടൈൽസിൽ ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞിരിക്കുക. പക്ഷേ നോൺ ബ്രാൻഡഡ് ടൈൽസിനകത്തും ഒത്തിരിയധികം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് വരുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ക്ലേയുടെ ഇതിൻ്റെ ഹീറ്റ് ചെയ്താണ് നമ്മൾ ടൈലിങ് ചെയ്യുന്നതെന്നുള്ളത്. തീർച്ചയായും ആ ഹീറ്റിംഗ് പ്രോസസ്സിലൊക്കെ തന്നെ നമ്മൾ ഹീറ്റിംഗ് ഒക്കെ കുറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ടൈലിൻ്റെ ക്വാളിറ്റിയും കുറയാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹീറ്റിംഗ് ഒക്കെ കുറഞ്ഞ ടൈൽസുകളൊക്കെ ആണെങ്കിൽ നോൺ ബ്രാൻഡിനകത്ത് നമുക്ക് വില കുറഞ്ഞെന്നിരിക്കാം. എന്നാൽ നോൺ ബ്രാൻഡഡിനകത്തും ബ്രാൻഡഡ് ടൈൽസിൻ്റെ പോലെ തന്നെ പ്രോപ്പറായിട്ട് ഹീറ്റ് ചെയ്ത് വരുന്ന നല്ല ടൈൽസും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ബ്രാൻഡഡ് ടൈൽസ് നമുക്ക് ഒരു 60 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ അതേ ടൈപ്പിലുള്ള നോൺ ബ്രാൻഡഡ് ടൈൽസ് നമുക്ക് ഒരു 35 രൂപയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെ വയസ്സായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ സെലക്ഷനകത്ത് നമ്മൾ ഏതാണോ ടൈപ്പ് സെലക്ട് ചെയ്യുന്നത്, അതായത് GVT ആണെങ്കിൽ ആ പ്രോപ്പറായിട്ടുള്ള സെലക്ഷനകത്തുള്ള നമ്മൾ വിചാരിക്കുന്നത്, അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രോപ്പറായിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ആ ബ്രാൻഡ് തന്നെ നമ്മൾ വീട്ടിലെത്തിക്കുക. അതിനായിട്ട് നമ്മൾ തീർച്ചയായും ഒരു ടൈൽസും നമുക്ക് ഒറ്റ ബാച്ചിലുള്ളത് നമുക്ക് തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അതായത് നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു അല്ലെങ്കിൽ ഷർട്ട് പാൻസൊക്കെ നമ്മൾ മേടിക്കുന്ന ഒരു ബ്രാൻഡ്, നമുക്ക് അറിയാം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് നമുക്ക് ഒത്തിരിയധികം ഉണ്ടാവും. ആ ബ്രാൻഡഡ് ഔട്ട്ലെറ്റിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രൈസിങ് ഉണ്ടാവും ആ ഷർട്ടിന്. അപ്പോൾ അത് നമുക്കറിയാം അതിന് ഇത്ര രൂപയാണെന്ന് വിചാരിക്കുക. അതേസമയം ആ ബ്രാൻഡിൻ്റെ തന്നെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടൈപ്പ് ഓഫ് ഡിസൈൻ തന്നെ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ പകുതി പ്രൈസിങ്ങിന് ആ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, അതിനകത്ത് ചെറിയ മാനുഫാക്ചറിങ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ആ മാനുഫാക്ചറിങ് മിസ്റ്റേക്കുകൾ നമ്മുടെ നേക്കടയും കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാകാമെന്നിരിക്കത്തില്ല. നമ്മളത് മേടിച്ച് ഉപയോഗിക്കും, കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഡിഫക്റ്റ് മനസ്സിലാകുന്നത്. ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ടൈൽസിൻ്റെ മേഖലയിലും. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രാൻഡഡ് ടൈൽസ് ആണ് വാങ്ങുന്നതെങ്കിൽ നമുക്കതിൻ്റെ ക്വാളിറ്റി നമുക്ക് 100% അഷ്വർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നോൺ ബ്രാൻഡാണ് മേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യൽ ആണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി ആണ് മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ഒരു സെക്കൻഡ് ക്വാളിറ്റി കാണിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയുടെ പ്രൈസിങ് നമുക്ക് ഒരിക്കലും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരരുത്. അത് നമ്മൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഏതൊരു ടൈൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു ബ്രാൻഡഡ് ടൈലാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ബില്ല് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വാങ്ങുക എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നുമല്ല,
നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് വന്നു, നമ്മളിത് ലേ ചെയ്യാതെ എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് തിരിച്ചു നൽകാൻ സാധിക്കും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡീകളറേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് തിരിച്ചു നൽകുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാൻഡഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ടൈൽസ് ആണ് വാങ്ങുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ ബില്ലും നമ്മൾ വാങ്ങുക. ആ ബില്ല് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പ് വരുത്താൻ പറ്റും ഇന്ന ടൈപ്പോ ഇന്ന സ്പെസിഫിക്കേഷൻസ് ഉള്ള ഇന്ന ബ്രാൻഡ് ടൈൽസാണ് നമുക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് എല്ലാ ജെന്യുവൻ ഷോപ്സും നമ്മുടെ നാട്ടിൽ അത് സെല്ല് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരു ടൈൽ വിരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല, പക്ഷേ വിരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇങ്ങനെ നമ്മുടെ സെലക്ഷനകത്ത്, അതായത് നമുക്ക് വീടിന് വേണ്ടിയുള്ള ഡിസൈൻ അനുസരിച്ചുള്ള ഏറ്റവും നല്ല പാറ്റേണിലുള്ള ടൈൽസ് സെലക്ട് ചെയ്യാം, പല പല ടൈപ്പിലുള്ള ടൈലുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള, ഇപ്പം ബ്രാൻഡഡ് ആയിക്കോട്ടെ നോൺ ബ്രാൻഡഡ് ആയിക്കോട്ടെ, അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള സ്പെസിഫിക്കേഷനിലുള്ള കറക്റ്റായിട്ടുള്ള ടൈൽസ് ആണോ നമുക്ക് വരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ ടൈൽ പർച്ചേസിനകത്ത് ആകും എന്ന് വിചാരിക്കുന്നു. വീട് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട് വീട് വിചാരം. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.